ഉസ്ബെക്കിസ്ഥാൻ അധികൃതരോ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ അവിടുത്തെ ഇന്ത്യൻ എംബസിയോ ഇതുവരെ ഔദ്യോഗികമായി ഈ മതപരിവർത്തന ആരോപണം സ്ഥിരീകരിച്ചിട്ടില്ല. ലോക്കൽ ഉസ്ബെക്ക് പോലീസ് റിപ്പോർട്ടിലോ അവിടുത്തെ മാധ്യമങ്ങളിലോ മതമാറ്റവുമായി ബന്ധപ്പെട്ട ഒരുവിധ പരാമർശവുമില്ല. നമസ്കാരം. ഒരു കുടുംബത്തിന്റെ കണ്ണുനീർ, ആ കുടുംബത്തിന്റെ നെഞ്ചുരുകുന്ന ആ കാഴ്ച എങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഉപയോഗിക്കാം എന്നതിന്റെ ഒരു നേർചിത്രം വരച്ചു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ നടത്തുന്നത് അത്യന്തം ദാരുണമായ ഒരു വാർത്തയുടെ പശ്ചാത്തലമാണ്. അതായത് ഹരിപ്പാട് സ്വദേശിനിയായ 21-22 വയസ്സ് മാത്രം പ്രായമുള്ള സാവരിയ ബസന്ത് എന്ന പെൺകുട്ടിയുടെ അകാലത്തിലുള്ള വിയോഗം. അത് കേവലം ഒരു മരണവാർത്തയൊന്നുമല്ല, ഒരമ്മയുടെ നെഞ്ചുരുകുന്ന കണ്ണീരാണ്. ഒരു കുടുംബത്തിന്റെ സർവ്വ പ്രതീക്ഷകളുടെയും തകർച്ചയാണ്. ഒരു നാടിന്റെ വിങ്ങലാണ്. വിദേശത്തെ മണ്ണിൽ ഉസ്ബെക്കിസ്ഥാന്റെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടറാകാൻ മോഹിച്ചിട്ട് സ്വന്തം ഭാവി കെട്ടിപ്പടുക്കാൻ പോയ ഒരു മലയാളി പെൺകുട്ടിക്ക് അവിടെ നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനങ്ങളാണ് എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത്. അവളുടെ സഹപാഠിയായ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി സദറുൽ അനം എന്ന 23-കാരൻ, ആ 23-കാരൻ അവനുമായുള്ള തർക്കത്തിനിടെ അവൻ ലാപ്ടോപ്പ് കണ്ട് ക്രൂരമായി അവളെ തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. ഏതു മനുഷ്യനാണ് ചോര തിളയ്ക്കാത്തത് ഈ വാർത്ത കേൾക്കുമ്പോൾ? ഈ ക്രൂരതയെ വാക്കുകൾക്കപ്പുറമുള്ള ഭാഷയിൽ നാം അപലപിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടിലല്ല, അന്യനാട്ടിൽ പോകുമ്പോൾ പരസ്പരം താങ്ങും തണലും സംരക്ഷണമാകേണ്ടവരാണ്. പ്രത്യേകിച്ച് ഇതൊരു പെൺകുട്ടിയാവുമ്പോൾ ഒരു ആൺകുട്ടി എന്ന നിലയിൽ നമുക്കറിയാമല്ലോ, ഒരു സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഒരു സഹോദരപക്ഷത്ത് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനുണ്ട്. അത് ചെയ്തില്ല. ആ കുറ്റവാളിക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കണം, അത് ലഭിക്കട്ടെ. അതിൽ ഈ പൊതുസമൂഹത്തിന് രണ്ടാമതൊരു അഭിപ്രായം ഉണ്ട് എന്നുള്ള എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എന്നാൽ ഒരു വലിയ ദുരന്തം നടക്കുമ്പോൾ നമ്മൾ വൈകാരികതയ്ക്ക് അടിപ്പെടുകയാണോ വേണ്ടത്, അതോ വസ്തുതകളെ വസ്തുതാപരമായി കണ്ട് നീതിക്കായിട്ട് പോരാടുകയാണോ വേണ്ടത്? ഈ ചോദ്യം ഇന്ന് കേരളത്തിലെ സമൂഹം സ്വയം ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ലഭ്യമായ ഇതുവരെ നമ്മൾ അന്വേഷിച്ചിട്ട് കിട്ടിയ വിവരങ്ങൾ പ്രകാരം ഈ ദാരുണ സംഭവം നടക്കുന്നത് ബുഖാറയിലെ ഒരു അപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഹോസ്റ്റൽ ക്യാമ്പസ് പരിസരത്തോ ആണ്. ഈ സംഭവം നടന്ന അന്ന് തന്നെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് പ്രതിയായ സദറുൽ അനമിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അവിടെ പ്രാഥമിക അന്വേഷണം വളരെ ഊർജിതമായി നടക്കുകയാണ്. ഉസ്ബെക്ക് മാധ്യമങ്ങൾ ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്തത് 2 ഇന്ത്യൻ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കവും തുടർന്നുള്ള കൊലപാതകവും എന്ന രീതിയിലാണ്. സാവരിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയാണ് ശാസ്ത്രീയ ഫോറൻസിക് വിശദാംശങ്ങൾ പുറത്തു വരേണ്ടത്. ഇതൊരു കൃത്യമായ അതിക്രൂരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത്, ഒരു സംശയം വേണ്ട. ശരീരമാസകലം പരിക്കേൽപ്പിച്ചു എന്ന് ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുള്ള പ്രതി നിയമത്തിന് മുന്നിൽ ഒളിച്ചോടില്ല എന്ന് ഉറപ്പാക്കുകയാണ് ആദ്യത്തെ ദൗത്യം. ആ പോലീസ് അത് കൃത്യമായി ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഈ ദാരുണമായ കൊലപാതകം നടന്നതിന് ശേഷം, ഈ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ തൊട്ടു പിന്നാലെ നമ്മുടെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഉയർന്നു വരുന്ന ചില ചർച്ചകളുണ്ട്, നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചില ചർച്ചകൾ. സാവരിയുടെ കുടുംബം തന്നെ ചില മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം, പ്രതിയായ യുവാവ് കുട്ടിയെ മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിരുന്നു എന്നും ആ വിധത്തിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുമാണ്. അവർ ഇക്കാര്യം ഉസ്ബെക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോടും ഇന്ത്യൻ എംബസിയോടും പറഞ്ഞിട്ടുണ്ട് എന്നും ചാനലിനോടുള്ള അവരുടെ അഭിമുഖത്തിൽ ചാനൽ മൈക്കിന് മുന്നിൽ സംസാരിക്കുന്നത് കേട്ടു. ഒരു കുടുംബത്തിന്റെ ദുഃഖത്തിൽ അവർ പറയുന്ന കാര്യങ്ങളെ നാം തള്ളിക്കളയേണ്ടതൊന്നുമില്ല. എന്നാൽ ഇവിടെ നാം വിവേകത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ അധികൃതരോ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ അവിടുത്തെ ഇന്ത്യൻ എംബസിയോ ഇതുവരെ ഔദ്യോഗികമായി ഈ മതപരിവർത്തന ആരോപണം സ്ഥിരീകരിച്ചിട്ടില്ല. ലോക്കൽ ഉസ്ബെക്ക് പോലീസ് റിപ്പോർട്ടിലോ അവിടുത്തെ മാധ്യമങ്ങളിലോ മതമാറ്റവുമായി ബന്ധപ്പെട്ട ഒരുവിധ പരാമർശവുമില്ല. ഇത്തരത്തിൽ ക്ലെയിമുകൾ പ്രചരിക്കുന്നത് പൂർണ്ണമായും കേരളത്തിലെ സോഷ്യൽ മീഡിയ സ്പേസുകളിലും ചില പ്രത്യേക ചാനൽ ചർച്ചകളിലും മാത്രമാണ്. ഇത്തരമൊരു കൊലപാതകം നടക്കുമ്പോൾ അതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് കണ്ടെത്തേണ്ടത്. മതപരിവർത്തന ശ്രമം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് അന്വേഷണ ഏജൻസികൾ ഡിജിറ്റൽ തെളിവുകളുടെയും ഫോൺ രേഖകളുടെയും അടിസ്ഥാനത്തിൽ അവർ കണ്ടെത്തട്ടെ. എന്നാൽ കൃത്യമായ തെളിവുകൾ പുറത്തു വരുന്നതിന് മുമ്പ് ഇതിനെ ഒരു വലിയ വർഗീയ വിവാദമാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ നീതി ലഭിക്കുന്നതിനെ തടസ്സപ്പെടുത്തും എന്നതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അത് മാത്രമല്ല, വലിയൊരു ദുരന്തമാണത്. ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തെ കേവലം മതവർഗീയ ലെൻസിലൂടെ മാത്രം കാണാൻ ശ്രമിക്കുന്നത് ഇരയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ലോകത്തിന്റെ ഏത് കോണിലായാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല, ആ ക്രിമിനലുകൾ ഒരിക്കലും ജാതി മതം നോക്കിയിട്ടില്ല അത് ചെയ്യുന്നത്. ആ അതിക്രമങ്ങളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വർഗീയ ധ്രുവീകരണത്തിനോ ഉള്ള ഉപകരണമാക്കാൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയ അടക്കമുള്ള മീഡിയകളിൽ ചില ചാനലുകളിൽ നമ്മൾ കാണുന്ന
ഈ ഒരു അപകടകരമായ ഒരു പ്രവണത എന്ന് പറയുന്നത്. പ്രതി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയാണ് എന്നതുകൊണ്ട് മാത്രം ആ ജില്ലയിലെ അല്ലെങ്കിൽ ആ സമുദായത്തിലെ മുഴുവൻ യുവാക്കളെയും അല്ലെങ്കിൽ മുഴുവൻ വ്യക്തികളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ ചിലർ ബോധപൂർവം നടത്തുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നതാണ്. ലവ് ജിഹാദ് എന്ന് അല്ലെങ്കിൽ കേരള ഫയൽസ് എന്നൊക്കെയുള്ള ഒരു പതിവ് ഫ്രെയിമുകളിലേക്ക് ഈ ദാരുണമായ മരണത്തെ വലിച്ചടിച്ചു കൊണ്ടുവന്ന് ഒരു ജനവിഭാഗത്തെ മുഴുവൻ കുറ്റവാളികളാക്കി ചിത്രീകരിക്കാൻ ചില ഗ്രൂപ്പുകൾ നടത്തുന്ന ശ്രമം അത്യന്തം വിനാശകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു വ്യക്തി ചെയ്യുന്ന ക്രൂരമായ കുറ്റകൃത്യത്തിന് ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒരു നാടോ അല്ലെങ്കിൽ ഒരു സമുദായം മുഴുവനോ എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത്? കുറ്റവാളിക്ക് എന്തേ മതമുണ്ടോ? കുറ്റവാളിക്ക് ജന്മനാടുണ്ടോ? കുറ്റവാളിക്ക് രാഷ്ട്രീയമുണ്ടോ? അതൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം അവൻ ഏതെങ്കിലും ആയിരിക്കും, എന്തായിരിക്കും, പക്ഷെ അതിനെ ബേസ് ചെയ്തായിരിക്കരുത് അവന്റെ കുറ്റവും ശിക്ഷയും വിചാരണ ഒന്നും നടക്കേണ്ടത്. അവനൊരു ക്രിമിനലാണ്, അവനൊരു ക്രിമിനൽ മാത്രമാണ്. സാബരിയോട് നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് എന്ന് പറയുന്നത് അവളുടെ മരണത്തിന് കാരണക്കാരായവന് പരമാവധി ശിക്ഷ ഉറപ്പാക്കുക എന്നതാണ്. അല്ലാതെ അവളുടെ തണുത്തുറഞ്ഞ മൃതദേഹത്തിന് മുകളിൽ ഇരുന്നു കൊണ്ട് വർഗീയ വിഷം ഛർദ്ദിക്കുകയല്ല വേണ്ടത്. ഇത്തരം വൈകാരികമായ വിഷയങ്ങളെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ഇന്ധനമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് തകർക്കുന്നത് നമ്മുടെ നാടിന്റെ ഈ ഐക്യത്തെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേണ്ടത് നീതിയുടെ വഴിയാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം, ഉസ്ബെക്കിസ്ഥാൻ സർക്കാർ ഇവരൊക്കെ സംയുക്തമായിട്ട് ശക്തമായ സഹകരണത്തോടെ ഈ കേസിൽ സമഗ്രമായ ഒരു അന്വേഷണം പൂർത്തിയാക്കട്ടെ. ഫോറൻസിക് റിപ്പോർട്ടുകൾ, ഡിജിറ്റൽ തെളിവുകൾ, സഹപാഠികളുടെ മൊഴികൾ ഇവയുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ ചുരുളുകൾ അഴിയട്ടെ. ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായവും മാനസികമായ പിന്തുണയും ഒക്കെ നൽകാൻ സർക്കാർ മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുമ്പോൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള വിപുലമായ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കുകയും വേണം. പരസ്പരമുള്ള തർക്കങ്ങൾ, വൈരാഗ്യങ്ങൾ ഇതൊക്കെ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് വളരാതിരിക്കാൻ വേണ്ടി ആവശ്യമായ കൗൺസിലിംഗ്, ഗൈഡൻസ് ഇതൊക്കെ വിദേശ പഠന കേന്ദ്രങ്ങളിൽ തുടക്കം മുതൽ കൊടുക്കണം. ഇവിടെ നിന്ന് വണ്ടി കയറുന്നതിന് മുമ്പ് കിട്ടിയിരിക്കണം. ഉത്തരവാദിത്തമാണ് പരസ്പരം സഹായിക്കേണ്ടത്, സഹകരിക്കേണ്ടത്, ചേർത്ത് നിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിടണം. പ്രത്യേകിച്ച് യുവാക്കളെ അത് പറഞ്ഞ് പഠിപ്പിച്ചു വിടണം. യുവത്വത്തിന്റെ വലിയ സ്വപ്നങ്ങളുമായിട്ട് മറുനാട്ടിലേക്ക് പോയ ഒരു മകളുടെ ജീവൻ ഇത്തരത്തിൽ ദാരുണമായി പൊലിഞ്ഞു പോകുമ്പോൾ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ പ്രതികരണം മാനവികതയിൽ ഊന്നിയതായിരിക്കണം എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. വിദ്വേഷത്തിന്റെ വിഷം കലർത്തിയിട്ട് ഈ ദുരന്തത്തെ കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധർ അത് ആര് തന്നെ ആയിരുന്നാലും അവരെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. സാബരിയുടെ വേർപാടിൽ തകർന്നുപോയ ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ തന്നെ വരും തലമുറയ്ക്ക് ജീവിക്കാൻ പാകത്തിലുള്ള വിദ്വേഷമില്ലാത്ത ഒരു നല്ല നാളേക്കായി ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. വസ്തുക്കൾ പുറത്തു വരട്ടെ, നിയമം അതിന്റെ വഴിക്ക് സഞ്ചരിക്കട്ടെ, കുറ്റവാളിക്ക് അർഹമായ ശിക്ഷ ലഭിക്കട്ടെ. സാബരിയുടെ ആത്മാവിന് മുന്നിൽ പ്രണാമം അർപ്പിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ. Different angles. Don't forget to subscribe and support this channel.